ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ട് നിൽക്കുന്നത് കമ്പത്താണ്. ഹലോ ഗൈസ്, നമ്മളിന്നൊരു യാത്ര പോകും കേട്ടോ. തമിഴ്നാട്ടിലോട്ടാണ് ഇപ്പോൾ യാത്ര പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ പ്രത്യേകത ഇന്ന് തമിഴ്നാട്ടിലുണ്ട്. അപ്പോൾ നമ്മൾ രാമക്കൽമേട് വഴിയാണ് നമ്മൾ തമിഴ്നാട്ടിലേക്ക് വേണം. അപ്പോൾ കമ്പം തേനിയൊക്കെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമ്പത്തെ ഒരു പ്രത്യേകത നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എറിഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യാം കേട്ടോ. ഇങ്ങനെയൊരു സ്ഥലത്താണ് നമ്മൾ വന്ന് നിന്നത് കേട്ടോ. അപ്പോൾ വിശന്നുകൊണ്ട് നല്ലൊരു ഇഡലിയും സാമ്പാറും അങ്ങ് കഴിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ട് നിൽക്കുന്നത് കമ്പത്താണ്. കമ്പത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, മുന്തിരി തോപ്പുകളാണ്. ഇപ്പം മുന്തിരി തോട്ടങ്ങളിൽ പല തോട്ടങ്ങളും വിളവെടുക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. അതുപോലെ തന്നെ മുന്തിരി വിളവെടുക്കാൻ സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു നല്ല മുന്തിരി തോട്ടത്തിലാണ് എത്തിയിരിക്കുന്നത്. ഒത്തിരി മുന്തിരിങ്ങ ഉണ്ട്, പച്ചയും പഴുത്തതും ഒക്കെ ഇവിടെ തൂങ്ങി നിൽക്കുന്നത് കാണാം. വളരെ വൃത്തിയുള്ള മനോഹരമായ ഒത്തിരി കൃഷിക്കാരൊക്കെ ജോലി ചെയ്യുന്ന നല്ലൊരു മുന്തിരിത്തോട്ടമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അടിപൊളി ഒരു തോട്ടം കേട്ടോ. മൊത്തം പച്ച നിറത്തിലാണ് നമുക്ക് കാണുന്നത്. നമ്മുടെ തല മുട്ടും, അതുകൊണ്ട് നമുക്ക് തല താന്ന് വേണം നടക്കാൻ. ചില സ്ഥലങ്ങളിൽ നമുക്ക് ഉയർന്ന് നടക്കാൻ തന്നെ പറ്റും. ഒരാൾ പൊക്കത്തിലുള്ള പ്ലാന്റുകളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഒത്തിരി കൃഷിക്കാർ ഇതിൻ്റെ ഈ തോട്ടത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ജ്യൂസ് കടയും ഇവരിവിടെ വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ജ്യൂസ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ പച്ചയും പഴുത്തതുമായ ഒത്തിരി മുന്തിരി കൊലകൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന നമുക്ക് കാണാൻ കേട്ടോ. ഈ തോട്ടം വളരെ വിശാലമാണ്. അതുപോലെ തന്നെ ഈ തോട്ടത്തിൻ്റെ സൈഡിലൊരു വലിയ മലയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര ഭംഗിയാണ്. നല്ല വെയിലത്ത് ഞങ്ങൾ വന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ ഒരു ഭയങ്കര ആശ്വാസമാണ്. നമ്മൾ AC റൂമിലോട്ടൊക്കെ കയറുന്ന ഒരു ഫീലിംഗ് ആണ് ഇതിൻ്റെ അടിയിലൂടെ നമ്മൾ നടക്കുമ്പോൾ. നല്ല തണുപ്പാണേ. മുന്തിരി വിളവെടുക്കുന്ന സീസൺ ആയതുകൊണ്ട് ഒത്തിരി പേര് ഈ തോട്ടം കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ നടുക്കായിട്ട് ഒരു ജ്യൂസ് പാർലറും കൂടെ അവർ തുടങ്ങിയിട്ടുണ്ട്. അപ്പം മുന്തിരി ജ്യൂസ്, നല്ല ഫ്രഷ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി 40 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ഗ്ലാസ്സിൽ നമുക്ക് നിറച്ച് ഇതിൻ്റെ ജ്യൂസ് കുടിക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇപ്പം നിൽക്കുന്നത് നമ്മൾ പച്ച മുന്തിരിങ്ങയുടെ തോട്ടത്തിലാണ്. ഇത് വിളവെടുക്കാറായിട്ടില്ല. അതിൻ്റെ തൊട്ടപ്പുറം കാണുന്നത് തന്നെയാണ് വിളവെടുക്കാറായ മുന്തിരി. അവിടെ നമുക്ക് ഒരു പെട്ടി മുന്തിരിങ്ങ മേടിക്കാം. 100 രൂപയ്ക്ക് ഒരു പെട്ടി മുന്തിരിങ്ങ അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാർ ഈ വഴി സൈഡിൽ വണ്ടി നിർത്തിയിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇതിൻ്റെ കൂളിംഗൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. But I've known you too long, it hurts to watch your blue eyes fade to grey as you fade away, as you fade away. Yeah, I'm about to fade away, 'cause every time I wake up I feel like it's Monday. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ കൃഷി ഇല്ലാത്തതുകൊണ്ട് വളരെ ഒരു അത്ഭുതം തന്നെയാണ് ഈ കൃഷി കാണുമ്പോൾ തോന്നുന്നത്. ഏക്കർ കണക്കിന് സ്ഥലത്ത് പരന്ന് കിടക്കുന്ന മുന്തിരി കൃഷി ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നമ്മുടെ നാട്ടിലില്ലാത്ത ഒരു കൃഷി ആയതുകൊണ്ട് തന്നെ വളരെ ഒരു നമുക്കെന്താ ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് ഈ കൃഷി. Like a package, you wanna play, won't take a chance when you're here. I could be the best thing in your life. Maybe let's take a drive, take a
ഞാനും എൻ്റെ ഫ്രണ്ടും ഗോഡ്വിനും കൂടി കേട്ടോ ഈ മുന്തിരിത്തോട്ടത്തിൽ കയറിയത്. ഇത് ഞങ്ങൾ വരുന്ന വഴിക്ക് ആദ്യം കണ്ട ഒരു മുന്തിരിത്തോട്ടത്തിൽ കയറിയതേ ഉള്ളൂ. ഇവിടെ ഒത്തിരി മുന്തിരിത്തോട്ടങ്ങളുണ്ട്. പല സ്ഥലങ്ങളിലും വിളവെടുക്കാറായ മുന്തിരിങ്ങയുണ്ട്. ഇവിടെ വിളവെടുക്കാറായി വരുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ പച്ച കളർ മുന്തിരിങ്ങ കണ്ടപ്പോൾ ഞങ്ങൾ ഓർത്തു പച്ച കളർ മുന്തിരിങ്ങയായിരിക്കും. പക്ഷേ അത് വിളവെടുക്കുന്നതിന് മുമ്പ് പാകമായി വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇവിടെ നല്ലൊരു ഷോപ്പുണ്ട് കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് ഒരു മുന്തിരി ജ്യൂസ് കുടിച്ചു. നല്ല ടേസ്റ്റിയാണ്. ഇവിടെ നമുക്ക് ഒത്തിരി വൈനും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പറ്റും. വിലക്കുറവും ഉണ്ട്. നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ല രുചിയാട്ടോ ഇവിടുന്ന് കഴിക്കുന്ന മുന്തിരിങ്ങയ്ക്ക്. നല്ല ഫ്രഷ് ആയതുകൊണ്ടായിരിക്കാം. എന്നിരുന്നാലും വളരെ മനോഹരമായ മുന്തിരിത്തോട്ടങ്ങളാണ് കമ്പത്തുള്ളത്. പലരുടെയും വാട്സപ്പ് സ്റ്റാറ്റസുകളും വീഡിയോകളും കാണുമ്പോൾ ഇവിടെ ഒന്ന് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ആഗ്രഹവും പൂവണിഞ്ഞു. നിങ്ങൾക്കും ഇവിടെ വരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ കാണും വരെ ഗുഡ് ബൈ.